നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സന്താനലബ്ധിയെക്കുറിച്ച് പഠിച്ചു. സന്താനം എങ്ങനെയിരിക്കും, ഏതൊക്കെ ഭാവങ്ങൾ നോക്കണം, അതിൽ അത്രയും നല്ല പ്രധാനപ്പെട്ട കാര്യം ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 5-ാം ഭാവം നോക്കണം, 5-ാം ഭാവപതിയെ നോക്കണം, വ്യാഴത്തിനെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടത് സ്ത്രീക്ക് ചന്ദ്രനെയും ചൊവ്വയും നോക്കണം, പുരുഷന് ശുക്രനെയും സൂര്യനെയും നോക്കണം. ഇവരുടെ ബലം നോക്കണം. ബലം നോക്കണം നമുക്കറിയാം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തിനി നോക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് വിവാഹ പ്രശ്നം. ഒരു വിവാഹം നടക്കുമോ എന്നുള്ളത് ചോദിച്ചാൽ അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഒരുപാട് കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നമാണ് വിവാഹ പ്രശ്നം. അതിൽ വിവാഹ പ്രശ്നത്തിന് സാധാരണയായിട്ട് ജാതകവും കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ്. ജാതകം നോക്കണം, ജാതകം നോക്കിയിട്ട് തന്നെ വരണം, എന്നാലേ അത് ക്ലിയർ ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം നടക്കുമോ, ഒരു വിവാഹത്തിന് നമ്മൾ നോക്കിയിട്ട് സാധാരണയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തം നോക്കിയിട്ട് പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടി വെച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അത് നടക്കൂല, ഇന്നത്തെ കാലത്ത് നടക്കൂല. ഒരു കെട്ടിന് വാരിക്കൊണ്ട് വരും അവര്. ഒരു 10ഉം 12 എണ്ണം കൊണ്ടുവന്നിട്ട് അതൊക്കെ പൊരുത്തം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വെച്ച് നോക്കാനൊന്നും നടക്കൂല. പിന്നെ അങ്ങനെ ആരും ചെയ്യാറുമില്ല. ഇപ്പോ എനിക്ക് ഈ വിവാഹം നടക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ പുരുഷനെ വിവാഹം കഴിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ പ്രശ്നം വയ്ക്കാം? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിവാഹം നടക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ പുരുഷനെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയുമോ, വിവാഹം നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണയായിട്ട് ഒരു രാശി എടുക്കണം. പ്രശ്നത്തിലാണെങ്കിൽ ഇത് പ്രശ്നത്തിലേക്ക് നടക്കുകയുള്ളൂ. രാശി എടുക്കണം. രാശി എടുത്തിട്ട് രാശി എടുക്കുമ്പോൾ നമ്മൾ കവടി വെച്ചിട്ട് ഒരു രാശി എടുക്കുമ്പോൾ ഒരു രാശി നമുക്ക് കിട്ടും. ആ രാശിയിൽ നിന്നാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. 7-ാം ഭാവാധിപനും ലഗ്നാധിപനും തമ്മിൽ ബന്ധം വരിക. എളുപ്പത്തിൽ പറഞ്ഞാൽ ഒറ്റ സെന്റൻസിൽ പറയാം. ലഗ്നാധിപൻ, ലഗ്നം കൊണ്ട് സ്ത്രീയെ ചിന്തിക്കുക, 7 കൊണ്ട് പുരുഷനെ ചിന്തിക്കുക. സാധാരണ വിവാഹ പ്രശ്നം അങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ലഗ്നം കൊണ്ട് സ്ത്രീയെ ചിന്തിക്കുക. ലഗ്നം അല്ലെങ്കിൽ ആരൂഢം, നമ്മൾ എടുക്കുന്ന ആരൂഢം, ആരൂഢം കൊണ്ട് സ്ത്രീയെ ചിന്തിക്കുക. 7 കൊണ്ട് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷനെ ചിന്തിക്കുക. ഇവര് തമ്മിൽ ഒരു ബന്ധം വേണം. ബന്ധം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വരാം? ലഗ്നവും അല്ലെങ്കിൽ ആരൂഢവും 7-ഉം തമ്മിൽ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാം? എങ്ങനെയൊക്കെ വരാം? ഒരു മറുപടി ആർക്കെങ്കിലും പറയാനുണ്ടോ? ലഗ്നാധിപൻ 7-ൽ നിൽക്കാം, 7-ാം ഭാവപതി ലഗ്നത്തിൽ നിൽക്കാം, ലഗ്നാധിപനും 7-ാം ഭാവതിയും തമ്മിൽ പരിവർത്തനം വരാം, ലഗ്നാധിപനും 7-ാം ഭാവതിനും കൂടി പരസ്പരം ദൃഷ്ടി വരാം, അല്ലെങ്കിൽ ലഗ്നാധിപനും 7-ാം ഭാവതിവനും ഒരുമിച്ച് നിൽക്കാം എവിടെയെങ്കിലും. പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ബലവും കൂടെ വേണം. ബലമില്ലാതെ വരരുത്. ലഗ്നാധിപനും 7-ാം ഭാവനും തമ്മിൽ യോഗം ചെയ്യുക. യോഗം എന്ന് വെച്ചാൽ ഒരുമിച്ച് നിൽക്കുക. ലഗ്നാധിപനും 7-ാം ഭാവത്തിൽ ലഗ്നാധിപൻ അല്ലെങ്കിൽ ആരൂഢാധിപൻ തമ്മിൽ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ പരസ്പരം ഇവർ ദൃഷ്ടി പതിച്ച് നിൽക്കുക. ഒന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ദൃഷ്ടി പതിച്ച് നിൽക്കുക. അല്ലെങ്കിൽ ലഗ്നാധിപൻ ചെന്ന് 7-ലും 7-ാം ഭാവാധിപൻ ലഗ്നത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനം വരിക. അല്ല, ഒരു കാർഡ് വന്നു പോയതാണ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വന്നത്. കാർഡ് ഒന്ന് കട്ട്. അപ്പോൾ നമ്മൾ
ലഗ്നമെന്ന് ഞാൻ പറയുമ്പോൾ ലഗ്നമെന്നും ആരൂടെന്നും മാറി മാറി പറയും. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഒരാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ആ സമയം കണക്കാക്കുകയാണെങ്കിൽ ലഗ്നമെന്ന് പറയും. അത് നമ്മുടെ ഇഷ്ടമാണ്. വിളിക്കുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന ലഗ്നം. എങ്കിൽ നമുക്ക് ആരൂഢം കിട്ടൂല, ലഗ്നം കിട്ടും. ഇല്ല, നമ്മൾ കബഡി വെച്ചിട്ട് ഒരു പ്രശ്നം ഒരു ആരൂഢം എടുക്കുകയാണെങ്കിൽ ആരൂഢം എന്ന് പറയും. അപ്പോൾ ആരൂഢവും ലഗ്നവും തമ്മിൽ ഒരു ബന്ധമാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ലഗ്നം കൊണ്ട് ആ സ്ത്രീയെ ഉദ്ദേശിക്കുന്നു, 7 കൊണ്ട് അവളുടെ ഭർത്താവിനെ ഉദ്ദേശിക്കുന്നു. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇവര് തമ്മിൽ ഒരു ബന്ധം വരിക, ലഗ്നാധിപൻ 7-ൽ നിൽക്കുക, അല്ലെങ്കിൽ 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക, രണ്ടുപേരും ലഗ്നാധിപനും 7-ാം ഭാവനും തമ്മിൽ പരസ്പരം ദൃഷ്ടി വരിക, അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ യോഗം ചെയ്ത് നിൽക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിവർത്തനം വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വിവാഹം നടക്കാൻ ഇടയുണ്ടാവും എന്ന് പറയണം. സ്ത്രീയുടെ ആണോ എടുക്കേണ്ടത്? സ്ത്രീയുടെ, നമ്മുടെ ഈ കബഡി വെച്ചിട്ട് നമ്മുടെ ചോദ്യം ഇതാണ്, ഈ കല്യാണം നടക്കുമോ? അതെ. അല്ലെങ്കിൽ എനിക്ക് അവർ ചോദിക്കുകയാണ്, എനിക്ക് ഈ സ്ത്രീയെ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ പുരുഷനെ കിട്ടുമോ എന്നുള്ളത് ആണ് ചോദ്യം. ആ ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്നത്. സ്ത്രീയുടെ ഗ്രഹനിലയാണോ എന്നാണ് ചോദിച്ചത്. ഇവിടെ പ്രശ്നം വയ്ക്കുമ്പോൾ സ്ത്രീ ഗ്രഹനില എന്ന് വരുന്നില്ലല്ലോ. പ്രശ്നം വയ്ക്കുമ്പോഴങ്ങനെയല്ലല്ലോ വരുന്നത്. പ്രശ്നം വയ്ക്കുമ്പോൾ ഒറ്റ ഗ്രഹനിലയല്ലേ ഉള്ളൂ. അങ്ങനെ വരണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വിവാഹം നടക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇവർക്ക് ബലം വേണം. ബലമില്ലാതെ വരരുത്. ബലമില്ലാതെ വരികയും പാപയോഗമോ പാപദൃഷ്ടിയോ വരികയും 6, 8, 12 പോവുകയും ഈ ആർക്കെങ്കിലും ഒരാൾക്ക് നീചം വരികയൊക്കെ ചെയ്താൽ നടക്കാൻ ചാൻസ് ഉണ്ടാവില്ല എന്നും പറയണം. അതായത് ഇനി വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന ഗ്രഹങ്ങൾ 7-ാം ഭാവാധിപനും ഉടയ ശത്രുക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുക, അല്ലെങ്കിൽ ശത്രുക്ഷേത്ര സ്ഥിതി കുഴപ്പമില്ല, ശത്രുക്ഷേത്രം വന്നിരുന്നാലും പരസ്പരം ദൃഷ്ടികാര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവർക്ക് ബലമില്ലാതെ വരരുത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഇട്ട് തന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതാമോ? അല്ലെങ്കിൽ ഞാൻ നോട്ട് തരാം. നോട്ട് തന്നിട്ട് എക്സാമ്പിൾ എഴുതുന്നതാണ് നല്ലത്. ലഗ്നാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ വരുന്ന ബന്ധം. ലഗ്നാധിപൻ 7-ൽ നിൽക്കുക, 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക, രണ്ടുപേരും പരസ്പരം ദൃഷ്ടി വരിക, അല്ലെങ്കിൽ രണ്ടുപേർക്ക് യോഗം വരിക. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഒരു കാര്യമുള്ളത്, ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ബലവും കൂടെ വേണം. ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഒരു വിട്ട് പിരിയേണ്ടി വരും. അങ്ങനെ പറയണം. ഇനി അടുത്ത് പറയേണ്ടത്, ബലം ഉണ്ടെങ്കിലും ഈ ശനിയോ, ഈ ലഗ്നം വന്നിട്ട് ശനിയുടെ ലഗ്നമാവുകയോ ശനിയുടെ രാശി ലഗ്നമാവുകയോ അല്ലെങ്കിൽ വ്യാഴത്തിനെയും കൂടി പറയുന്നുണ്ട്. വ്യാഴത്തിനെ നമുക്ക് എടുക്കണ്ട. ശനിയുടെ രാശിയൊക്കെ ലഗ്നമായിട്ട് വന്നു കഴിയുക, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ രാശി ലഗ്നമായിട്ട് വന്നു കഴിയുക. എങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും, അത് ചില ബുക്കുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ അത്രത്തോളം കിടക്കും. നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. ലഗ്നാധിപനും 7-ാം ഭാവം, ലഗ്നം കൊണ്ട് സ്ത്രീയെ ചിന്തിക്കുക, 7 കൊണ്ട് പുരുഷനെ ചിന്തിക്കുക, ഇവർ തമ്മിലുള്ള ഒരു ബന്ധം. ഇത്രയും ഒരു കാര്യം ചെയ്യാം. ഇത്രയൊന്ന് നോട്ടായിട്ട് എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ ഇടുമ്പോൾ ക്ലിയർ ആവും. ഉദ്ദേശിക്കുന്ന വിവാഹം നടക്കുമോ? ഉദ്ദേശിക്കുന്ന വിവാഹം നടക്കുമോ? എന്ന ചോദ്യം എന്നതാണ് ചോദ്യം. എന്ന ചോദ്യത്തിനുള്ള മറുപടി. വിളിക്കുന്ന ദൈവജ്ഞനെ വിളിക്കുന്ന സമയം
ഉത്തരം. ദൈവജ്ഞനെ വിളിക്കുന്ന സമയം ദൈവജ്ഞനെ വിളിക്കുന്ന സമയം കണക്കിലെടുത്ത് ദൈവജ്ഞനെ വിളിക്കുന്ന സമയം കണക്കിലെടുത്ത് ആ സമയത്തെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ആ സമയത്തെ ലഗ്നത്തെ അടിസ്ഥാനമാക്കി ആ സമയത്തെ ലഗ്നത്തെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. കാര്യങ്ങൾ ചിന്തിക്കാം. കാര്യങ്ങൾ ചിന്തിക്കാം. അല്ലെങ്കിൽ കവടി ഉപയോഗിച്ച് പ്രശ്നം വച്ച് ആരൂഢമെടുക്കാം. ആരൂഢമെടുക്കാം. ഇതിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നുവോ അത് ദൈവജ്ഞന് സ്വീകരിക്കാം. ഇതിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നുവോ അത് ദൈവജ്ഞന് സ്വീകരിക്കാം. ഇതിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നുവോ അത് ദൈവജ്ഞന് സ്വീകരിക്കാം. അടുത്ത ലൈനിൽ ലഗ്നാധിപനും ലഗ്നാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ ലഗ്നാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ ബന്ധമുണ്ടായിരിക്കുകയും അവർക്ക് ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കുകയും ചെയ്താൽ ആ ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടായിരിക്കുകയും ചെയ്താൽ ആ ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടായിരിക്കുകയും ചെയ്താൽ വിവാഹം നടക്കും. ലഗ്നാധിപൻ 7-ൽ നിൽക്കുക. ലഗ്നാധിപൻ 7-ൽ നിൽക്കുക. 7-ാം ഭാവപതി ലഗ്നത്തിൽ നിൽക്കുക. 7-ാം ഭാവപതി ലഗ്നത്തിൽ നിൽക്കുക. ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് നിൽക്കുക. ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് നിൽക്കുക. പരിവർത്തനം വരിക. പരസ്പരം ദൃഷ്ടി വരിക.
പരസ്പരം ദൃഷ്ടി വരിക. പരസ്പരം ദൃഷ്ടി വരിക എന്നിങ്ങനെ വന്നാൽ വിവാഹം നടക്കും. അടുത്ത ലൈനില് നേരെ മറിച്ച് ലഗ്നത്തിലോ ഏഴിലോ നേരെ മറിച്ച് ലഗ്നത്തിലോ ഏഴിലോ പാപഗ്രഹബന്ധമോ പാപഗ്രഹബന്ധമോ 6, 8, 12 പാപാധിപന്മാരുടെ ബന്ധമോ ഈ സ്ഥലത്ത് ലഗ്നത്തിനോ 7-ാം ഭാവത്തിനോ പാപഗ്രഹബന്ധമോ അല്ലെങ്കിൽ 6, 8, 12 പാപാധിപന്മാരുടെ ബന്ധമോ ഉണ്ടായാൽ 6, 8, 12 പാപാധിപന്മാരുടെ ബന്ധമോ ഉണ്ടായാൽ വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയണം. വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയണം. വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയണം. ഒരു ഉദാഹരണം എഴുതിക്കൊള്ളു. ഇരുപത്തിയാറ് 6/2021 26/6/2021 26/6/2021 അന്നത്തെ നക്ഷത്രം ഉത്രാടം. കൃഷ്ണപക്ഷ ദ്വിതീയ ശനിയാഴ്ച. ഗ്രഹനില വരച്ചോളണം. ഗ്രഹനില വരയ്ക്കുക. മേടത്തിൽ ആരൂഢം. ഇടവത്തില് രാഹുവും ബുധനും. മിഥുനത്തില് രവിയും മാന്നിയും.
കർക്കിടകത്തിൽ കുജനും ശുക്രനും. കർക്കിടകത്തിൽ കുജനും ശുക്രനും. വൃശ്ചികത്തില് കേതു. വൃശ്ചികത്തില് കേതു. മകരത്തില് ശനിയും ചന്ദ്രനും. ശനിയും ചന്ദ്രനും. കുംഭത്തില് വ്യാഴം. എന്റെ ചോദ്യം ഒരു ലവ് അഫെയർ ആണ്, നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ലവ് അഫെയർ ആണ്, നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കുജനും ശുക്രനും യോഗം ചെയ്തല്ലേ സാർ നിൽക്കുന്നത് കർക്കിടകത്തില്, അപ്പൊ നടക്കുന്നു പറയണ്ടേ സാർ? കുജന് ബലമില്ലല്ലോ, ഒരു സെന്റൻസ് ക്ലിയറാ പറഞ്ഞു. ഗ്രഹത്തിന് ബലം വേണമെന്ന് പറഞ്ഞു. ചൊവ്വയ്ക്ക് ബലമില്ല. ചൊവ്വ ആരുടെ? ലഗ്നാധിപതിയാണ്. ലഗ്നാധിപതിയും 7ാം ഭാവപതിയും തമ്മിൽ ബന്ധം വേണം. വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് കേന്ദ്രത്തിൽ നിൽക്കുന്നു. കറക്റ്റ്. നിൽക്കുന്നത് മാത്രമല്ല, കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബലം കൂടി. വളരെ കറക്റ്റാണ് പറഞ്ഞത്. എന്തായാലും കണ്ടുപിടിച്ചതിന് സന്തോഷം. ലഗ്നാധിപൻ എന്ന് വെച്ചാൽ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നു. പക്ഷെ കുജൻ അവിടെ നീചനായി. പിന്നെ 7ാം ഭാവപതി പയ്യനാണ്. പയ്യൻ സ്ട്രോങ് ആ തന്നെ നിൽക്കുന്നത്. കൊള്ളാൻ കുഴപ്പമില്ല. അവിടെ ഒരു കുഴപ്പമുണ്ട്, അത് കണ്ടാ ചിന്തിക്കാം. ശുക്രൻ അവിടെ നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഭാര്യമാണ്. ലഗ്നം കൊണ്ട് അല്ലെങ്കിൽ ആരൂഢം. ഇവിടെ നമ്മൾ ആരൂഢമാണ് എടുത്തത്. കബഡി വെച്ച് ഞാൻ പ്രശ്നം വെച്ചതാണ്. പിന്നെ ആരൂഢാധിപൻ ആരൂഢത്തിനെ കൊണ്ട് പെണ്ണിനെ ചിന്തിക്കുക, 7 കൊണ്ട് പയ്യനെ ചിന്തിക്കുക, ആൺകുട്ടിയെ ചിന്തിക്കുക. ആരൂഢാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. 7ാം ഭാവത്തിൽ നിന്ന് ശുക്രനാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നു. കറക്റ്റ്. അതില് ആരൂഢാധിപന് ബലമില്ല, പൊളിഞ്ഞു. അപ്പോൾ പെണ്ണിന്റെ ഭാഗത്തിന് ഒരു താല്പര്യക്കുറവ്, ഒരു ഇഷ്ടക്കുറവൊക്കെ പറയാം. അത് മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയും കൂടി അവിടെ ഉണ്ട്. ഒന്ന് നോക്കണം. ശനി നേരെ, ശനിക്ക് 7ലെ ദൃഷ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടി. ഇതിനെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് ശനിയുടെ ദൃഷ്ടിയും കൂടി അവിടെ ഉണ്ട്. അത് മാത്രം മതി തുലഞ്ഞു പോകാൻ വേണ്ടി. അപ്പോൾ ഇവർ ചിലപ്പോഴും കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാം, ഒരു താല്പര്യത്തിൽ നിൽക്കാം. പക്ഷെ കാര്യം നടക്കൂല എന്ന് തന്നെ പറയണം. ഇത് ഇത്രയും നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ആരൂഢം കൊണ്ട് സ്ത്രീയെ ചിന്തിച്ചു, 7 കൊണ്ട് പുരുഷനെ ചിന്തിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. നല്ലതാണ്. നിൽക്കുന്നതും നിൽക്കുമ്പോൾ നിൽക്കുന്നത് 6ലോ 8ലോ 12ലോ പോകരുത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ചൊവ്വയും ശുക്രനും കൂടെ കന്നിയിൽ കിടന്നാൽ എന്ത് പറയാം? ശുക്രൻ നീചത്തിൽ. ശുക്രൻ നീചം, ചൊവ്വ നീചമല്ല, ശത്രുക്ഷേത്രം പോയിട്ട് 6ാം ഭാവമാണ്. അങ്ങനെ വരരുത്. 6, 8, 12 ബന്ധം വരരുത്. അതാണ് നമ്മളൊരു സെന്റൻസ് പറയുന്നത്. 6, 8, 12 എന്ന് വെച്ചാൽ ദുസ്ഥാനങ്ങളാണ്. അല്ലെങ്കിൽ മീനത്തിൽ പോയാലും പ്രയാസമാണ്. മീനത്തിൽ പോയാലും 12, വൃശ്ചികത്തിൽ വന്നാൽ 8, അങ്ങനെയൊക്കെ വന്നാൽ പ്രയാസപ്പെടേണ്ടി വരും, പ്രയാസം പറയേണ്ടി വരും. ഇതിപ്പോ നടക്കാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞത് കറക്റ്റാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കും, കേന്ദ്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ശ്രമം നടക്കും. ഇവര് ഒരാളെ താല്പര്യത്തിൽ നിൽക്കുകയും അങ്ങോട്ട് ചോദിക്കുകയും പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുക. ഒരു താല്പര്യം കുറച്ച് ദിവസമൊക്കെ താല്പര്യം നിൽക്കും. പക്ഷെ നടക്കാൻ പ്രയാസമാണ്. കാരണം ഗുരു പറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാമോ? ഗുരുവിന് അവിടെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ, ഗുരു 7ൽ നിന്നിരുന്നെങ്കിൽ കുഴപ്പമായിരുന്നു. 10ൽ നിന്നിരുന്നെങ്കിൽ അവിടെ ദൃഷ്ടി പറയാമായിരുന്നു. അവിടെ ദൃഷ്ടി ഒന്നുമില്ല. ഗുരു 11ൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് ആരൂഢത്തിനോ 7ാം ഭാവത്തിൽ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. 7ാം ഭാവത്തിൽ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. അത് നല്ലതാണ്. 7ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ കുറെ കൂടി ഫോർവേഡ് തിങ്കിങ്ങാണ്. ഇപ്പോൾ സാർപ്പം പറഞ്ഞപ്പോൾ കുറെ കൂടെ പോസിറ്റീവായി, ഫോർവേഡായി. ആ 7ാം ഭാവത്തിൽ നോക്കി,
വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. എല്ലാവരും ഒന്ന് നോക്കണം ഭംഗിയായിട്ട്. വ്യാഴം നിൽക്കുന്ന സ്ഥലത്തിന് 9 ദൃഷ്ടിയുണ്ട്, എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ 7 ഇവിടെ സ്ട്രോങ് ആണ്. ലഗ്നമാണ് കുഴപ്പം. ലഗ്നമല്ല, ആരൂഢം. 7 വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്, നല്ലതാണ്. 7 വ്യാഴത്തിന്റെ ദൃഷ്ടി നല്ലതാണ്. ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്, അത് ദോഷവുമാണ്. അപ്പോൾ അവിടെയും പോസിറ്റീവ് നെഗറ്റീവ് വരുന്നു. ആരൂഢാധിപൻ നിൽക്കുന്നത് ദ്വിഭാര്യോ അർത്തി. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കർക്കിടകത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലം എന്താണ്? ദ്വിഭാര്യോ, 2 ഭാര്യ ഉണ്ടാവും. അർത്തി ദ്വിഭാര്യോ എന്നാണ് പറയുന്നത്. നല്ല യോഗമല്ല. കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്ന നല്ല യോഗമല്ല. പിന്നെ വേറെയും ഒരുപാട് ദോഷങ്ങൾ വേറെയും പറഞ്ഞാലുണ്ട്. നമ്മൾ അല്ലെങ്കിൽ സാറേ കുജശുക്ര ഒരു സംശയം ചോദിക്കാമോ സാറേ? സന്തോഷ് സാർ പറഞ്ഞു മറുപടി. ഞാൻ ചോദിച്ചതിന്റെ മറുപടി സന്തോഷ് സാർ പറഞ്ഞു. കുജശുക്ര യോഗവും നല്ലതല്ല. പറയണം സാർ. ഇപ്പം ചോദിച്ചത് ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? ചോദിക്കുക. അതായത് ഇപ്പോ ലഗ്നാധിപനും 7ാം ഭാവാധിപനും തന്നെ എന്നിരിക്കലും ഈ കർക്കിടകത്തിൽ കുജനും ശുക്രനും തമ്മിലുള്ള അവിടെ ആ യോഗം വരുന്നത് അത്ര നല്ലതല്ലല്ലോ സാറേ? അത് നല്ലതല്ല. കുജശുക്ര യോഗം നല്ലതല്ല, അതൊരു ദോഷമാണ്. പിന്നെ ശുക്രൻ പറയുന്നത് ദ്വിഭാര്യോ എന്നാണ്. കർക്കിടകത്തിൽ ശുക്രൻ എന്നാൽ 2 ഭാര്യ ഉണ്ടാകാനുള്ള ഫലം ഉണ്ടാവും എന്ന് പറയുന്നു. അവിടെ ശനിയുടെ ദൃഷ്ടി, ചന്ദ്രന്റെ ദൃഷ്ടി ഒട്ടും നല്ലതല്ല. അങ്ങനെയൊക്കെ കൊണ്ട് അത് വേറെ നമുക്ക് പഠിക്കാം. നമുക്ക് ഇന്ന് നാളത്തെ ക്ലാസ്സൊക്കെ ഇനി ഇത് തന്നെ. നമുക്ക് ലൈറ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പ്രശ്നം വയ്ക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 7 സ്ട്രോങ് ആണ് എന്ന് പറയാം. 7-ന് കുഴപ്പമില്ല, 7 സ്ട്രോങ് ആണ്. പക്ഷെ ലഗ്ന ആരൂഢം വീക്കാണ്. ഈ പറയുന്ന വ്യാഴത്തിന് ആരൂഢമായിട്ട് ഒരു ബന്ധമില്ല, ആരൂഢാധിപനുമായിട്ടും ബന്ധമില്ല, 7-നുമായിട്ട് ബന്ധമുണ്ട്. 7-മായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ശനിക്കും 7-മായിട്ട് ബന്ധമുണ്ട്. ഇത് നടന്നില്ല. സത്യം പറഞ്ഞ് എനിക്കറിയാന്നുള്ള കേസാണ്. നടന്നില്ല, ചീറ്റിപ്പോയി, നടക്കാതെ പോയി. ജാതകം കിട്ടിയില്ല. പ്രശ്നം വെച്ചാൽ ഞാൻ ജാതകം എഴുതിയെടുത്തില്ല. പയ്യന്റെ ജാതകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടിയുടെ ജാതകം അത് എവിടെയോ ഉണ്ട്, തപ്പിയെടുത്താലേ പറ്റുള്ളൂ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? അതെ ചോദിക്കണം. ഈ ആരൂഢാധിപനും 7ാം ഭാവാധിപനും തമ്മില് ശത്രുമിത്ര സ്ഥിതിയും കൂടെ ഈ കാര്യത്തിൽ ചിന്തിക്കില്ലേ സാറേ? ഏത് ഒരു ഗ്രഹത്തിനും അതിന്റെ 7ാം ഭാവപതി ശത്രുവായിരിക്കും. എടുത്തു നോക്കണം. എക്സെപ്റ്റ് കർക്കിടകം. ഏത് ഒരു രാശിക്കും അതിന്റെ 7ാം രാശിയാധിപൻ ശത്രുവായിരിക്കും. കർക്കിടകത്തിന് ചന്ദ്രന് മാത്രം ശത്രുക്കളില്ല, അത് മാത്രം ഒഴിവാക്കുക. ശത്രുക്കളായിട്ടേ ഇരിക്കുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ. നമുക്ക് ശത്രു ആരും, നമ്മളെ ഭാര്യയും ഭർത്താവും തന്നെ ശത്രുക്കൾ. ശരിയല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. കേൾക്കുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടി. അത് തന്നെ. മേടം ചൊവ്വ, മേടത്തിന്റെ 7 ആര് ഒന്ന് പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. എന്തായാലും ഒരു നല്ലൊരു കേസാണ് എടുത്തിട്ടത്. ഇപ്പോൾ ശുക്രൻ, ശനിയും ചൊവ്വയും ശുക്രനും ശത്രുക്കൾ. ഇടവത്തിന്റെ ഇടവ ആരുടെ? ശുക്രൻ. അതിന്റെ 7 ഏത്? കുജൻ. ശുക്രനും ചൊവ്വയും ശത്രുക്കൾ. ഇനി മിഥുനം ബുധന്റെ രാശി. മിഥുനത്തിന്റെ 7 ആര്? അവര് ശത്രുക്കള്. ചന്ദ്രന് 7 ശനി, ചന്ദ്രന് ശത്രുക്കളില്ല. അത് കഴിഞ്ഞ് ചിങ്ങത്തിന് സൂര്യന്റെ 7 ശനിയുടെ രാശി, സൂര്യനും ശനിയും ശത്രുക്കള്. ഇങ്ങനെ ഏതെടുത്താലും അങ്ങനെ വരുള്ളൂ. ഒരു രാശിയുടെ 7ാം രാശിയാധിപൻ അവർ തമ്മിൽ ശത്രുക്കളായിട്ടേ ഇരിക്കുള്ളൂ. അത് ഈശ്വരനായിട്ട് അറിഞ്ഞിങ്ങനെ കൊടുത്തത് തന്നെ. 7 കൊണ്ട് പോയിന്റ് നല്ല പോയിന്റാ. അത് പോയിന്റ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പോയിന്റ് ആണ്.
പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കൂല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 7-ാം ഭാവം കൊണ്ട് ഭാര്യയും ഭർത്താവിനെയും ചിന്തിക്കാൻ പറഞ്ഞത് ആചാര്യൻ. ഒരു ശത്രുക്കളായിട്ടേ ഇരിക്കുള്ളായിരിക്കും. അവരെപ്പോഴും ശത്രുക്കളായിട്ടേ ഇരിക്കുള്ളൂ സാറേ. അങ്ങനെ ഇരിക്കുള്ളൂ. അതില്ലേ പിന്നെ 7-നെ കൊടുത്ത് എന്തുകൊണ്ട് 5 കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞില്ല, 4 കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞില്ല, അല്ലെ 10 കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞില്ല? 7-നെ തന്നെ കൊടുത്തു. കർക്കിടകത്തിനെ സംബന്ധിച്ച് ചന്ദ്രനാണ്. ചന്ദ്രന് ശത്രുക്കളില്ലാത്ത ഗ്രഹം. മിത്രവും സമനുമേ ഉള്ളൂ. ബാക്കി എല്ലാ സമന്മാരുടെ കൂട്ടത്തിൽ അടിച്ചിട്ടു. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് എഴുതാം, ലൈറ്റായിട്ട് ഒന്ന് എഴുതിയത്, ബാക്കി നമുക്ക് മനസ്സിലാവും. ആരൂഢം മേടം രാശി. ആരൂഢം മേടം രാശി. 7-ാം ഭാവം തുലാം രാശി. 7-ാം ഭാവം തുലാം രാശി. 7-ാം ഭാവം തുലാം രാശി. ആരൂഢാധിപൻ ചൊവ്വ, 7-ാം ഭാവാധിപൻ ശുക്രൻ. ആരൂഢാധിപൻ ചൊവ്വ, 7-ാം ഭാവാധിപൻ ശുക്രൻ. പെട്ടെന്ന് എഴുതണം, സമയം. ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നു. എന്നാൽ ആരൂഢം കൊണ്ട് ചിന്തിക്കേണ്ടത് സ്ത്രീയെയാണ്. ആരൂഢം കൊണ്ട് ചിന്തിക്കേണ്ടത് സ്ത്രീയെയാണ്. 7 കൊണ്ട് പുരുഷനെയും, 7 കൊണ്ട് പുരുഷനെയും ചിന്തിക്കാം. ഏഴ് കൊണ്ട് പുരുഷനെയും. സ്ത്രീയെ ചിന്തിക്കുന്ന ഗ്രഹം നീചമാണ്. സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഗ്രഹം നീചമാണ്. സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഗ്രഹം നീചമാണ്. കൂടാതെ ഈ 2 ഗ്രഹങ്ങളെയും ശനി വീക്ഷിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളെയും ശനി വീക്ഷിക്കുന്നു. ശനിയുടെ വീക്ഷണം ദോഷമാണ്. ശനിയുടെ വീക്ഷണം ദോഷമാണ്. ശനിയുടെ വീക്ഷണം ദോഷമാണ്. ശനിയുടെ വീക്ഷിക്കുക അല്ലെങ്കിൽ ദൃഷ്ടി പതിക്കുക, നോക്കുക, ഇതെല്ലാം ഒരേ അർത്ഥം തന്നെ. വീക്ഷണം ദോഷമാണ്.
സ്ത്രീക്ക് താല്പര്യം ഉണ്ടാകാനിടയില്ല. സ്ത്രീക്ക് താല്പര്യം ഉണ്ടാകാനിടയില്ല. വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയാം. വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയാം.